ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചേർന്ന് സ്തുതി ആരാധനയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് സ്തുതിയുടെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നു വന്നു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനിയുള്ള സമയം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുകയും ഈ കഴിഞ്ഞ മാസം ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ജോഷുവ പ്രയർ എന്ന ഒരു ശുശ്രൂഷ ഷാലോം ടിവിയിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നവരായിരിക്കും. ദൈവത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞും പഠിച്ചും ധ്യാനിച്ചും നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു ജോഷുവ പ്രയർ. പ്രിയപ്പെട്ട ഈ ശുശ്രൂഷയിലൂടെ അനേകായിരം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് കേൾക്കുവാൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് ധ്യാനിച്ച് അനേകം വ്യക്തികളും കുടുംബങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്നു. സങ്കീർത്തനം 19:7 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: കർത്താവിന് നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പ്രദാനം ചെയ്യുന്നു. കർത്താവിന് നിയമം അവികലമാണ് എന്ന് പറഞ്ഞാൽ വികലതയില്ലാത്തതാണ്, കുറവുകളില്ലാത്തതാണ്. തീർച്ചയായും അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ് അതിന് കുറവുകളില്ലാത്തത്. അത് മാത്രമല്ല, അത് ഏറെ ഫലമുളവാക്കും. അത് മാറ്റമില്ലാത്തതായതുകൊണ്ട് ഏത് കാലത്തും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, കുറവുകളില്ല. ഈ വചനം നമ്മളിപ്പോൾ കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ദൈവത്തിൻ്റെ കുറവുകളില്ലാത്ത വചനം, നമ്മുടെ ആത്മാവിന് പുതുജീവൻ പകരുന്ന ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഈ സമയം സ്നേഹപൂർവ്വം ഒരുങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാ പകരുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് പുതിയ ജീവൻ പകരുന്ന അനുഭവമായി തീരട്ടെ. നമുക്ക് വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യേശുക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ വർഷാരംഭത്തിലെ ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് അനേക സ്ഥലങ്ങളിലും കുടുംബങ്ങളിലുമായി കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ അവിടുത്തെ കൃപയാൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ ദൈവകൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നു. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അയോഗ്യരായ ഞങ്ങൾക്ക് ഇപ്പോൾ അഴിച്ചു നൽകണമേ. വചനം നൽകുന്ന പ്രകാശത്തിൽ ഈ വർഷം മുഴുവൻ അങ്ങയോട് കൂടെ ജീവിക്കുവാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഈ വചന ശുശ്രൂഷയുടെ സമയങ്ങളിൽ ദൈവസ്വരം കേൾക്കുവാൻ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കപ്പെടുവാൻ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ 10-ാം പീയൂസ് മാർപ്പാപ്പയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തിന് നൽകിയ ഒരു സന്ദേശം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ, ഒരു മാനവകുലത്തിൻ്റെ എല്ലാ അധപ്പതനങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ ശബ്ദപരിധിയിൽ വരുന്ന നമ്മുടെ ഓരോരുത്തരോടും കർത്താവ് ഈ പുതുവർഷത്തിൽ പറയുകയാണ്, മനുഷ്യന്റെ എല്ലാ അധപ്പതനങ്ങളുടെയും അടിസ്ഥാനം സത്യത്തിൽ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ വിഷലിപ്തമായി ഈ ലോകത്തിൽ മഹാമാരികളും ഒട്ടനവധി പ്രതിസന്ധികളും പ്രകൃതിക്ഷോഭങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഇങ്ങനെ നിരവധിയായ സങ്കീർണ വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗം നമ്മോട് സംസാരിക്കുകയാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം, അവൻ്റെ ഭാഗതയെ നിർണയിക്കുന്നത്, അവൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയുടെ അടിസ്ഥാനം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. 10-ാം പീസ് മാർപ്പാപ്പയിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യൻ്റെ എല്ലാ അപജയങ്ങളുടെയും ശിഥിലീകരണങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വർഷാരംഭത്തിൽ നാം ദൈവവചനം കേൾക്കുമ്പോൾ ഈ മഹാമാരികൾ മാറണമെന്നല്ല, മാറണ്ടെന്നല്ല, ലോകത്തിൻ്റെ പ്രതിസന്ധികൾ എല്ലാം തുടച്ചു നീക്കപ്പെടണമെന്നല്ല, മറിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായാൽ ഈ പ്രശ്നങ്ങളുടെ മുകളിൽ ആന്തരിക കരുത്തുള്ള യഥാർത്ഥ രക്ഷയുടെ ആനന്ദം അനുഭവിക്കുന്ന ഒരു വിശ്വാസ ജീവിതം എനിക്കും നിങ്ങൾക്കും സാധ്യമാകും എന്ന സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ക്രമങ്ങൾ തെറ്റുന്നിടത്താണ് മനുഷ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഒരു സ്ഥാപനത്തിൽ, സമൂഹത്തിൽ താളപ്പിഴകളെല്ലാം സംഭവിക്കുന്നത്. ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന പാഠമാണ്. പ്രകൃതിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കൂ. കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ അധികമായി പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്നു, കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നു. ശാസ്ത്രം തന്നെ ഇതിന് പറഞ്ഞു വെക്കുന്ന യാഥാർത്ഥ്യം, മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതകൾക്ക് പ്രകൃതി തന്നെ തിരിച്ചടിക്കുകയാണ്. കാടുകൾ നശിപ്പിക്കുന്നു, അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ പ്രകൃതിയിൽ സംഭവിക്കുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ താളം തെറ്റുന്നു. അവിടെ താളപ്പിഴകൾ സ്വാഭാവികമായും സംഭവിക്കുകയാണ്. യേശുവിൽ പ്രിയരെ, ഇതുപോലെ തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതം സ്വർഗം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിക്ക് ഒരു നിയമം എന്നതുപോലെ ഈ ഭൂമിയിൽ ഒരു വിശ്വാസി നടക്കേണ്ട വഴികൾ, അവൻ്റെ ജീവിതത്തിൽ ഒരു ക്രമം വിശുദ്ധ ലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ് കാലങ്ങൾക്ക് മുമ്പേ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതേത് ജീവിതാവസ്ഥയിൽ ആയിരിക്കുന്നവരായിക്കൊള്ളട്ടെ, കുടുംബജീവിതം, സന്യസ്ത ജീവിതമാകട്ടെ, വൈദിക ജീവിതത്തിലേക്കുള്ള വിളിയാകട്ടെ, ഒരാത്മായ ശുശ്രൂഷ ചെയ്യുന്ന വിളിയാകട്ടെ, എൻ്റെ ശബ്ദപരിധിയിൽ പെടുന്ന താങ്കൾ ഏത് ജീവിതാവസ്ഥയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, കുഞ്ഞുമാകട്ടെ, യുവതിയുമാകട്ടെ, നാം ഓരോരുത്തരും ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഒരു ക്രമം വിശുദ്ധ ലിഖിതത്തിലൂടെ, സഭയിലൂടെ, പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നിന്ന് നാം അകലുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഭീമാകാരമായ പ്രശ്നങ്ങളിലേക്ക് നോക്കി ഈ പുതുവർഷത്തിൽ നാം ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ ജീവിതം, പ്രിയപ്പെട്ടവരെ, അത് നാം തച്ചുടയ്ക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സന്ദേശം ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകതയുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ള അകച്ച
നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇത് നാം എത്തി നിൽക്കുന്ന കുടുംബം നമ്മൾ എവിടെയാണ്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: സോളമൻ രാജാവിന്റെ അധപ്പതനം. ഈ പാഠങ്ങളെല്ലാം നമുക്ക് താക്കീതായി സ്വർഗം മുൻകൂട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏറ്റവും ഉന്നതനായ ജ്ഞാനിയായി, സമ്പത്തിലും ഐശ്വര്യത്തിലും ലോകത്തിലെ ഒന്നാമനായി ഉയർന്ന സോളമൻ, ദാവീദിന്റെ മകൻ, അവനെക്കുറിച്ച് ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. സോളമന്റെ അധപ്പതനത്തിന്റെ ചരിത്രം. എന്ത് കാരണമാണ് ഇതിന്റെ അടിസ്ഥാനം? ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: സോളമൻ ധാരാളം വിദേശ വനിതകളെ ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും ഭാര്യമാരായി തിരഞ്ഞെടുക്കാനും ശ്രമിച്ചു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞിരുന്നു, നീ വിദേശ സ്ത്രീകളുമായി ബന്ധപ്പെടുകയോ ഒരു ഉടമ്പടി ചെയ്യുകയോ അരുത്. നോക്കുക, ദൈവത്തിൻ്റെ ക്രമം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആ മകൻ തച്ചുടച്ചിക്കുക വഴിയായി ആ മകന്റെ ജീവിതം നിലംപൊത്തുകയാണ്, വലിയ അധപ്പതനത്തിലേക്ക് കടന്നു പോവുകയാണ്. രാജ്യം മുഴുവൻ അതിൻ്റെ പ്രതിസന്ധി നേരിടുകയാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലൂടെ ഞാനും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അനേക പ്രവാചകരിലൂടെ, ഉയർച്ച പ്രാപിച്ച രാജാക്കന്മാരിലൂടെ സ്വർഗം ഈ സന്ദേശം നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിൽ അമസ്യ എന്ന രാജാവിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: കർത്താവിനെ വിട്ടകുന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ എങ്ങിനും എല്ലായിടത്തും ഗൂഢാലോചനകൾ തലപൊക്കി. പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടും നടന്ന വിഷയങ്ങളല്ല. അമസ്യ എന്നൊരു രാജാവിനെ കുറിച്ച് വചനം പറയുകയാണ്: കർത്താവിനെ വിട്ടകുന്ന നാൾ മുതൽ അവന്റെ രാജ്യത്തെങ്ങും അവനെതിരെ ഗൂഢാലോചനകൾ തലപൊക്കുവാൻ തുടങ്ങി. സുഭാഷിത വചനം ഓർമ്മയില്ലേ? ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. എന്നാൽ ദൈവ വഴിയിൽ നിന്നൊരു ദൈവ മനുഷ്യൻ വ്യതിചലിക്കുമ്പോൾ മിത്രങ്ങൾ പോലും അവനെതിരെ തിരിയും, അവനെതിരെ ഗൂഢാലോചന നടത്തുമെന്നത് തിരുവചനത്തിൻ്റെ സുവ്യക്തമായ പഠനമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു അടുത്ത അധ്യായത്തിൽ നമ്മളിപ്പോൾ കണ്ടത് 2 ദിനവൃത്താന്തം 25-ാം അധ്യായമാണെങ്കിൽ 26-ാം അധ്യായത്തിൽ ഉസിയ എന്ന രാജാവിനെ കുറിച്ചുള്ള ഒരു ദൂത് 26-ന്റെ 5 നമ്മൾ വായിക്കുകയാണ്. അവിടെ ഉസിയയെ കുറിച്ച് പറയുകയാണ്: കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഇത് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമായ ഒരു ദൈവിക ദൂതാണ്. കർത്താവിനെ അന്വേഷിച്ച, ആരാധിച്ച, ദൈവവഴിയിലൂടെ നടന്ന കാലമത്രയും ദൈവം ഉസിയായ്ക്ക് ഐശ്വര്യം നൽകിക്കൊണ്ടിരുന്നു. അവൻ്റെ രാജ്യത്ത്, അവൻ്റെ ദേശങ്ങളിൽ, അവൻ്റെ കുടുംബങ്ങളിൽ സമൃദ്ധി വിളയാടി. ഇസ്രായേൽ ജനം, നമ്മുടെ പൂർവ്വജനത നമ്മളെ പഠിപ്പിക്കുന്ന വചനസത്യം ഇതാണ്. യൂദത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17-ാം വചനത്തിലേക്ക് വരൂ. അവിടെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു: തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി, അവർക്ക് പുരോഗതിയുണ്ടായി. അവരുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും കൈയാളി. തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം. അതുകൊണ്ട് പ്രിയരെ, ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ ദിവ്യകാരുണ്യ പാദാന്തികത്തിലിരുന്ന് അവനെ നോക്കുമ്പോൾ അവിടെ നമ്മോട് പറയുകയാണ്: ഈ വർഷവും പ്രതികൂലങ്ങൾ നമ്മുടെ ഇടയിൽ വരാം. സഹനങ്ങളും മഹാമാരികളും ദുരന്തങ്ങളും ഇനി ഉണ്ടാവില്ല എന്ന് പറയാനോ പ്രാർത്ഥിക്കാനോ മാത്രം നമ്മൾ ആരും ഭോഷന്മാരല്ല. ദൈവം അത് ഈശോ അത് പഠിപ്പിച്ചിട്ടില്ല. യെശയ്യാ 43 നമ്മൾ വായിക്കും: അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ വർഷവും അഗ്നി അനുഭവങ്ങളിലൂടെ നമുക്ക് നടക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിക്കുന്നത്. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കയില്ലെന്നാണ് കർത്താവിൻ്റെ വാഗ്ദാനം. എന്താണ് ആ വചനത്തിലൂടെ ദൈവാത്മാവ് പറയുന്നത്? നദികൾ എന്നതുപോലെ ജീവിതത്തിൽ മുങ്ങിത്താഴുന്ന, തെന്നി വീഴുന്ന
ഇനിയെല്ലാം തീർന്നുവെന്ന ജീവിതാനുഭവത്തിലൂടെ നടക്കുമ്പോൾ ദൈവം പറയുകയാണ്, മോനെ, നിനക്ക് നദികൾ കടക്കേണ്ടി വരും, സഹനമാകുന്ന അഗ്നിയിലൂടെ നിനക്ക് നടക്കേണ്ടി വരും. പക്ഷെ ദൈവം നമുക്ക് തരുന്ന ദൂത് ഈ പുതുവർഷത്തിൽ, അങ്ങനെ നടന്നാലും ആ അഗ്നി നിന്നെ പൊള്ളിക്കയില്ല. നദികൾ കടക്കുമ്പോൾ നീ മുങ്ങിത്താടാൻ നിന്റെ ദൈവം ഇടവരുത്തുകയില്ല. ഇതാണ് ദൈവഭക്തനുള്ള പ്രതിഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിൽ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ മുങ്ങിത്താടാതെ, ചുറ്റുപാടും വീശിയടിക്കുന്ന മഹാമാരികളുടെ നടുവിൽ പൊള്ളി നശിക്കാതെ നമ്മെ കാക്കുന്ന ദൈവത്തോടടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും, എന്നോടും താങ്കളോടും പറയുകയാണ്. അതുകൊണ്ട് പ്രിയരെ, കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ തൽഫലമായി ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ, ബലഹീനതകൾ, ജീർണതകൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. പ്രിയരെ, ഒരു പാപ പ്രലോഭനത്തിൽ നാം വീഴുന്നത് പോലും ആത്യന്തികമായി ദൈവത്തിൻ്റെ ക്രമത്തിൻ്റെ വഴിയിൽ നിന്ന് നാം അകന്നു പോകുമ്പോഴാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം നമുക്ക് ശ്രമിക്കാം. സാമുവേലിന്റെ 2-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ ദാവീദ് മഹാരാജാവിൻ്റെ വലിയ വീഴ്ചയെക്കുറിച്ച്, ബത്ശേബയുമായുള്ള പാപത്തെക്കുറിച്ചും, അതിനുശേഷം ആ ഭർത്താവിനെ ഊറിയായി വധിക്കുന്ന ഒരു കൊലപാതകിയായി ദാവീദ് തരം താണുന്ന മഹാപാതകത്തെക്കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ വായിക്കുന്നത്. എൻ്റെ പ്രിയരെ, ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, സാഹുതം നാം പഠിക്കുമ്പോൾ, ഒരാത്മീയ സത്യം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം അവന് കൊടുത്ത മാർഗരേഖയിൽ നിന്ന്, ദൈവത്തിൻ്റെ ക്രമത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് അവനെ വലിയ ആഘാതത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ നയിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു നിമിഷം ആ വചനഭാഗം ശ്രദ്ധിക്കൂ. 2 സാമുവേൽ 11:1 വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് മഹാരാജാവ് തൻ്റെ അനുചരന്മാരെയും യോബാവിനെയും അങ്ങോട്ട് അയച്ചു. അവൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, എന്താണ് അതിലെ ക്രമക്കേട്? ആത്മാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ക്രമം തെറ്റുന്നിടത്താണ് മനുഷ്യ ജീവിതത്തിൽ ക്രമക്കേടുകൾ വന്ന് ഭവിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധരെന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ഒരു രാജാവ് യുദ്ധത്തിന് പോകുക തന്നെ വേണം. അവരെന്ത് ചെയ്തു? അവൻ തൻ്റെ അനുചരന്മാരെ അങ്ങോട്ട് അയച്ച് ജെറൂസലേമിൽ, സ്വന്തം നാട്ടിൽ, സ്വന്തം രാജ്യത്ത് അവൻ തൻ്റെ കിടപ്പുമുറിയിൽ സുഖലോലുപതയിൽ മുഴുങ്ങുന്ന അനുഭവത്തിലേക്ക് മാറിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ശ്രമിക്കുന്ന നമ്മോട് കർത്താവ് പറയുകയാണ്, ഒരു രാജാവ് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോയില്ലെങ്കിൽ, ഒരു വിശ്വാസി പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവൻ പ്രാർത്ഥനയിൽ കാണപ്പെട്ടില്ലെങ്കിൽ, അതിൻ്റെ വീഴ്ചകൾ, അതിൻ്റെ അലയൊലികൾ അവൻ്റെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ഒരു വ്യക്തി, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആരുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ക്രമങ്ങളോട് നാം സഹകരിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അതിലൂടെ സംഭവിക്കും. രണ്ടാമത്തെ ഒരു വീഴ്ചയെക്കുറിച്ച്, ക്രമക്കേടിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം സായാഹ്നത്തിൽ അവൻ കിടക്ക വിട്ടെഴുന്നേറ്റ് അവൻ മട്ടുപ്പാവിലൂടെ ഉലാത്താൻ തുടങ്ങി. അപ്പോഴാണ് ബത്ശേബയോടുള്ള പ്രണയം അവൻ്റെ ഹൃദയത്തിൽ ഉദയം ചെയ്യുന്നത്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് വചനം പറയുന്നത്? ഒരു ദിവസം സായാഹ്നത്തിൽ അവൻ കിടക്ക വിട്ടെഴുന്നേറ്റു. നമ്മളൊക്കെ സാധാരണ രാത്രിയിലാണ് കിടക്കയിലേക്ക് പോകുന്നത്. അവൻ രാത്രിയിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കുകയാണ്. കാരണം പകൽ മുഴുവൻ ഉറങ്ങുകയാണ്. അവൻ യുദ്ധഭൂമിയിലായിരിക്കേണ്ട അവൻ സുഖലോലുപതയിൽ ജടിക കാര്യങ്ങൾ മുഴുകി ഉറങ്ങി മതോന്മത്തനായി കിടന്ന് ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ രാത്രിയിൽ അവൻ ചുമ്മാ എഴുന്നേറ്റ് മട്ടുപ്പാവിലൂടെ ഉലാത്തുമ്പോഴാണ് അവൻ്റെ മേൽ തിന്മയുടെ ആധിപത്യം കടന്നു വരുന്നത്. രാത്രി പ്രിയപ്പെട്ടവർ ഉറങ്ങാനുള്ളതാണ്. ആ പ്രഭാതത്തിലാണ് ഒരുവൻ എഴുന്നേൽക്കേണ്ടത്. പ്രഭാതത്തിൽ ഉണർന്ന് ആ കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുമെന്ന് പ്രഭാഷക പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. എൻ്റെ പ്രിയരെ, എന്നെ ശ്രവിക്കുന്ന
താങ്കൾ ഏത് ജീവിതാവസ്ഥയിൽ പഠിക്കുന്ന കുട്ടിയാകാം. ഒരു പഠിക്കുന്ന കുട്ടി പഠനത്തിന് കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുക്കാതെ ആ സമയത്ത് ടി വിയുടെയോ മുമ്പിൽ, ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ ക്രമങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ വിമുഖത കാണിച്ചാൽ അതെൻ്റെ ജീവിതത്തെ വലിയ താളപ്പിടകളിലേക്ക് നയിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പുതുവർഷത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും പ്രഭാതത്തിൽ ഉണരേണ്ട ഒരു വ്യക്തി പ്രഭാതത്തിൽ ഉണരണം. മണ്ണിൽ അധ്വാനിക്കാൻ കൃപ കിട്ടിയ ഒരു വ്യക്തി അധ്വാനിച്ചാൽ യഥേഷ്ടം അവൻ ആഹാരം ഉറപ്പെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് അലസനായി നടന്നിട്ട് മഹാമാരിയെയും ചുറ്റുപാടുകളെയും നാം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. അതല്ല ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്ന കാര്യം. ദൈവത്തോടുള്ള ഐക്യപ്പെടലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഭൗതിക നന്മകളെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൽ നമ്മോട് സംസാരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരു സഹോദരി പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരി ഒരിക്കൽ ഒരു ശുശ്രൂഷയുടെ മധ്യത്തിൽ ആ മകൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗീയ കുടുംബമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം നരകമാണ്. അപ്പോൾ എനിക്ക് കൗതുകം തോന്നി. സ്വർഗം ഇത്ര പെട്ടെന്ന് നരകമാകുന്ന അവസ്ഥ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഗ്യാപ്പ് ഇത് തമ്മിലുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം അതുകൊണ്ട് അത് അറിയാനുള്ള ഒരു ജിജ്ഞാസ എനിക്കുണ്ടായി. പറയാം, ഞങ്ങളുടെ കുടുംബം വലിയ സ്വർഗമായിരുന്നു, എന്നാൽ ഇപ്പോൾ നരകമായി മാറി. വളരെ പെട്ടെന്ന് സംഭവിച്ച കാര്യമാണ്. ഞാൻ സഹോദരിയോട് ചോദിച്ചു, എന്താണ് ബ്രദറെ സഹോദരി ഈ സ്വർഗം ഇത്ര പെട്ടെന്ന് നരകമായി തീർന്നത്? അപ്പം അവൾ ചുരുക്കമായി അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച ചില ജീർണതകളുടെ, അപജയങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് അവൾ ശ്രദ്ധയെ കൊണ്ടുവന്നു. അവൾ പറഞ്ഞിങ്ങനെയാണ്, ബ്രദർ, എൻ്റെ ജീവിത പങ്കാളി, ഞങ്ങൾ 2 കുട്ടികൾ, ജീവിത പങ്കാളി നല്ല ദൈവഭക്തനായിരുന്നു, ആ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള വ്യക്തിയായിരുന്നു, ദൈവത്തെ മാനിച്ച് ജീവിച്ചിരുന്നു, ഞങ്ങൾക്ക് ഷെയറിംഗ് ഉണ്ടായിരുന്നു, ഒരുമിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കും, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു നിഷ്ഠയുണ്ടായിരുന്നു, ആ ദേവാലയത്തിൽ ദൈവാരാധനയ്ക്ക് പോകാൻ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബ്രദർ, ഈയിടെയായി ഈ മേഖലയിലെല്ലാം ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനൊറ്റ കാരണമുള്ളൂ ബ്രദർ, ഈ ബ്രദർ 1-2 വർഷം മുമ്പാണ്, ഇപ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി, ഈ ബ്രദർ നല്ല നെറ്റുള്ള നല്ല വലിയൊരു ഫോൺ മേടിച്ചു, ഇപ്പോൾ ഫോണിൻ്റെ പിന്നാലെയാണ്. എൻ്റെ ബ്രദറെ, ഈ മകൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം മുറി കയറിയിരിക്കും, മുറി കയറിയിരുന്നു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയില്ല, എന്നോട് സുഖമാണോ, ഇന്നെന്താ സംഭവിച്ചേ, ബന്ധമെല്ലാം ബാധി ബ്രദറെ, ഒന്ന് ആ മകനോട് ഷെയർ ചെയ്യാൻ, ഒന്നെൻ്റെ വേദനയൊന്ന് പറയാൻ ഒരുപാട് ദിവസങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് മുഖമുയർത്തിയിട്ട് ആ ശ്രദ്ധ തിരിക്കൽ മാറ്റിയിട്ട് വീണ്ടും ഇത്തെ തോണ്ടാൻ തുടങ്ങും. എൻ്റെ ബ്രദറെ, ഇന്ന് ഷെയറിംഗ് ഇല്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ബന്ധങ്ങളെല്ലാം വിള്ളൽ വന്ന് ഒരുമിച്ചിരുന്ന ആ സ്വർഗത്തിൻ്റെ അനുഭവം നരകതുല്യമായി മാറി. ഇത് ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് മൊബൈൽ ഒരു പാവമാണെന്നോ TV കാണുന്നത് ഒരു തെറ്റാണെന്നോ അല്ല. ഇവിടെ ദൈവം ഒരു ദൈവ പൈതലിന് നൽകിയ നിയന്ത്രണങ്ങളും പരിധികളും പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 1 കൊരിന്തോസ് 10-ാം അധ്യായം അതിൻ്റെ 23-ാം വചനത്തിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ, അടുത്ത വചനം ഇങ്ങനെയാണ്, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? ഇവിടെ മൊബൈൽ ഒരു ക്രിമിനൽ കുറ്റമല്ല, അതാണ് നിയമാനുസൃതം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു TV കാണുന്നത്, ഒരു പുസ്തകം വായിക്കുന്നത് നിയമാനുസൃതമാണ്, എന്നാൽ ലോകം നിയമം വഴി നമുക്ക് നൽകിയ ഏത് സുഖവുമാകട്ടെ, ഒരു വിശ്വാസി അവിടെ ഡിസൈൻമെന്റ് ചെയ്യണം, ഇതെന്നെ പടുത്തുയർത്തുന്നതാണോ, ഇതെൻ്റെ കുടുംബ ജീവിതത്തിന്, എൻ്റെ മക്കൾക്ക് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടോ? ഇതാണ് പ്രത്യേകത. ഇവിടെയാണ് എനിക്ക് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത്. എനിക്ക് പ്രയോജനകരമായത് ഒരു വേള നിങ്ങൾക്ക് പ്രയോജനകരമാകണമെന്നില്ല. മൊബൈലിലൂടെ സുവിശേഷം കൊടുക്കുന്നവരും യൂട്യൂബിലൂടെയും മറ്റ് ഇതിലൂടെയും നന്മകൾ ചെയ്യുന്നവരും ഒരുപാട് മനുഷ്യൻ്റെ ചുറ്റുപാടുമുണ്ട്.
പക്ഷേ അതേസമയം തന്നെ അത് ഞാൻ ദൈവത്തിൻ്റെ ക്രമത്തിന് വിരുദ്ധമായി ഞാൻ അതിന് അഡിക്റ്റായാൽ, ഞാൻ അതിൽ ബന്ധിതമായാൽ, അത് എൻ്റെ ദാമ്പത്യ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ആഴമായ ക്രമക്കേടുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ നാം ദൈവത്തോടൊത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ഓരോ കാര്യങ്ങളെയും വിവേചിക്കണം. ഇത് നിയമാനുസൃതമാണ്, എനിക്കെതിരെ ആരും പീനൽ കോഡോ കോടതി അലക്ഷ്യ കേസോ എടുക്കില്ല, പക്ഷെ ഇതെനിക്ക് പ്രയോജനകരമാണോ? ഇതെൻ്റെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുകയാണോ അതോ തകർത്തെറിയുകയാണോ? ഈ ആധുനിക മാധ്യമങ്ങളിലൂടെയുള്ള മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ അധികമായ സമയം ഇതിനായി കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കിത് പ്രയോജനകരമാകുന്നുണ്ടോ? എൻ്റെ കുടുംബജീവിതത്തെ പടുത്തുയർത്തുന്നുണ്ടോ? എൻ്റെ ദൈവ അന്വേഷണത്തിൽ ഇതെന്തെങ്കിലും ഫലദായകമായി മാറുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ ആ ചെയ്യുന്ന ശുശ്രൂഷ വീണ്ടും ചെയ്യണം. അല്ലെങ്കിൽ അതെന്നെ ഈ നാളുകളിൽ നിങ്ങൾ ആത്മശോധന ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങൾ എന്നെ പഴയകാല സ്നേഹത്തിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, എൻ്റെ സഭ കാത്തത്തിലുള്ള ശുശ്രൂഷയിൽ നിന്ന്, എൻ്റെ ദൈവരാജ്യ വേലയിൽ നിന്ന് എന്നെ പതുക്കെ പതുക്കെ പടുത്തുയർത്തുകയല്ല, നശിപ്പിക്കുകയാണ്. ഇത് തീർത്തും എനിക്ക് പ്രയോജനരഹിതമാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ അതിൽ നിന്ന് വിമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ബോധപൂർവം മാറുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഈ പുതുവർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും നാം സമർപ്പിക്കാം. പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് മനുഷ്യൻ്റെ എല്ലാ തപ്പുതനങ്ങളുടെയും കാരണം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കുമായി നൽകിയ വചന വാഗ്ദാനം എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥമെല്ലാം സൂക്ഷ്മമായി പഠിക്കുകയും ഇതനുസരിച്ച് നീ ജീവിക്കുകയും ചെയ്താൽ നീ എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ വയലിൽ, നിന്റെ അപ്പക്കുട്ട, നിന്റെ ജീവിത പങ്കാളി, നീ അനേകർക്ക് കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം നൽകുന്ന ഈ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, ആ വാഗ്ദത്തം അനുസരിച്ച് എൻ്റെ അപ്പക്കുട്ടകൾ, എൻ്റെ കൃഷിയിടങ്ങൾ ഏതുമാകട്ടെ, അവ ഉയർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ നാം ദൈവവചനത്തിൽ നിന്നും, ദൈവം എനിക്കായി നൽകിയ ക്രമത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. ഒരു നിമിഷം നമുക്ക് ദയവായി ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഒരു സന്യസ്ത ജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ, ഒരു സുവിശേഷകനാകട്ടെ, ദൈവം എനിക്ക് നൽകിയ വിളിയിലെ ക്രമം ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണെങ്കിൽ, ആ പ്രാധാന്യം കുറഞ്ഞ് ഞാൻ ലൗകിക കാര്യങ്ങളിലേക്ക് മുഴുകിപ്പോയാൽ അതൊരു വലിയ ക്രമക്കേടാണ്. ക്രമക്കേട് സംഭവിച്ചാൽ താളപ്പിഴകൾ കടന്നു വരും. മിഷൻ ചെയ്യാത്ത ഒരു വ്യക്തി ഉന്നതി പ്രാപിക്കില്ല എന്ന് പ്രിയപ്പെട്ടവരെ സഭ നമ്മളെ പഠിപ്പിക്കുക. മിഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി മിഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഉന്നതി ഉണ്ടാവുകയില്ല, ഉയർച്ച ഉണ്ടാവുകയില്ല. യുവാവ്, കുഞ്ഞുങ്ങൾ അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദുർഗതി കടന്നു വരും. ഒരു കുടുംബജീവിതം, ദമ്പതികൾ അവർ പ്രാർത്ഥനയ്ക്കും ഷെയറിങ്ങിനും പങ്കുവെക്കലിനും സമയം കൊടുക്കാതെ മറ്റടിമത്തങ്ങൾ അവരുടെ ജീവിതം ബന്ധിതമായാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തിൽ നകലും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എന്നാൽ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ അനുദപിച്ച് ഈ രാത്രിയിൽ ഞാൻ ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തെ ക്രമപ്പെടുത്തുമെന്നും ദൈവവചനമനുസരിച്ച് ഞാൻ ജീവിക്കുമെന്നും തീരുമാനമെടുക്കാൻ കഴിയുന്നവരെല്ലാം കണ്ണുകളെ ഒന്നടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ വർഷത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന വലിയ പ്രതിസന്ധികളോ മഹാമാരികളോ അല്ല ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചത്. ദൈവമേ, അങ്ങയിൽ നിന്നുള്ള അകൽച്ചയാണ്. വചനത്തിൻ്റെ വഴിയിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയത്. ദൈവമേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ക്രമമാകമാനം തെറ്റി മറ്റു പലതും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സുഖം തരുന്ന, സന്തോഷം തരുന്ന ഒരുപാട് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളിൽ ഞങ്ങൾ പെട്ടുപോയി. എൻ്റെ കർത്താവേ, ഈ വർഷാരംഭത്തിൽ ഞങ്ങൾ ഇത് അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും വരികയാണ്. അങ്ങ് വചനത്തിലൂടെ നൽകിയ
വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ഒരു അനുഗ്രഹീത ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശാലോം പ്രേക്ഷകരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ ആത്മശക്തി ഇപ്പോൾ അവരുടെ മേൽ നിറയട്ടെ. അങ്ങയുടെ കരബലം ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രകടമാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ താളപ്പിഴകളിലേക്കും എല്ലാ വിലകീരതകളിലേക്കും കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി അവിടുത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ പ്രകാശം ഞങ്ങളെ വലിയ മാറ്റത്തിലേക്ക് നയിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവത്താ സ്തോത്രം. നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. സാധിക്കുന്നവർക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനാ ഗാനത്തിന്റെ ഈരടികളുടെ ആഴം, അതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് കൊടുത്ത് നമുക്ക് പാടി ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, ഈ രാത്രിയിൽ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സഹായം നൽകണമേ. വഴിവിട്ട എൻ്റെ എല്ലാ മേഖലകളെയും കാണുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ് അനുഗ്രഹിക്കണമേ. സാധിക്കുന്നവരൊക്കെ കരങ്ങളടിച്ച് അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ രാത്രിയിൽ തൊടണമേ. ഹല്ലേലൂയ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തെ ഈശോയ്ക്ക് കൊടുത്തു പാടാം. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും. നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമൂഹങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ ദൈവമേ, സമ്പത്ത് കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കണമേ. സ്ഥായിയായ അനുഗ്രഹ വഴിയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ദേശത്തെയും എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ
വരുമാന മാർഗങ്ങളെ സമർപ്പിക്കുക, ജോലിയെ സമർപ്പിക്കുക. യേശുവേ, എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ വീണ്ടും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. പോലെ ഞാൻ ചെയ്യും, ദൈവമേ, നിന്റെ വചനം അനുസരിച്ച് ജീവിക്കാം, തന്നെ നടക്കും. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. യേശുവേ, ഈ വർഷം അങ്ങയെ അനുഗമിക്കുവാൻ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഈ നിയോഗത്തോടെ നമ്മുടെ ജീവിത പങ്കാളി, കൃഷിയിടം, കുടുംബം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്വതന്ത്രമായ മിനിറ്റുകൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരുടെ കുടുംബങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളിലൂടെ കടന്നു വന്ന പൈശാചിക അടിബന്ധ ചങ്ങലകൾ അഴിയട്ടെ. സ്ഥായിയായ അനുഗ്രഹ വഴികൾ കർത്താവേ തുറക്കണമേ. ഹല 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 ഷിയാരി യാരി യാരി യാരി. എന്റെ ദൈവത്താ കരങ്ങൾ കൂപ്പി എന്റെ ദൈവത്താ ജീസസ് നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ജീസസ് തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, ജീസസ് തന്റെ വഴിയിൽ തന്നെ നടക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഈ പുതുവർഷം ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.